സ്റ്റാഫ്സ് എല്ലാവരും എനിക്ക് തോന്നുന്നു കേക്ക് എന്തോ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അശ്വിന് ഒരു ചെറിയ സെലിബ്രേഷൻ അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാപ്പനും കൂടെ പോകുന്നുള്ളൂ. അശ്വിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അശ്വിന് മാത്രമല്ല എനിക്കും, നമുക്ക് രണ്ടുപേർക്ക് ഈ വക കാര്യം ഭയങ്കര ചമ്മലുള്ള കാരണം. നമുക്ക് ബാക്കിയുള്ളവർക്ക് കേക്ക് മേടിക്കാനും സ്ട്രെസ്സായി പോകും. എനിക്കത് ഭയങ്കര സ്ട്രെസ്സായി. എനിക്ക് എന്റെ ബർത്ത്ഡേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷനും ഒന്നും ഇല്ലാതെ ആരും എന്നെ വിഷ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലാത്ത ഒരാളാണ്. എനിക്ക് എന്നെ ആ ദിവസം എന്നെ ആരും വിളിച്ചില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എനിക്ക് ആരും ഒരുപാട് നാളിനെ വിളിക്കാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും കൂടി ഇങ്ങനെ ബോംബാടി ചെയ്യുന്ന പോലെ മെസ്സേജ് അയച്ച് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അൺവാണ്ടഡ് സ്ട്രെസ്സാണ്. അതെ, എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അശ്വിനും ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഞാൻ പോലും രാത്രി ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ കേക്കും കൊണ്ട് പാടിക്കൂടി ചെന്നപ്പോ തന്നെ അശ്വിൻ 1010 സെക്കൻഡ് ഇങ്ങനെ സ്റ്റാച്ചു പോലും ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവൻ ബോധം കെട്ട് വീടാന്. എനിക്കും ആ പ്രശ്നമുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും എനിക്ക് അത് കണ്ട് രസിക്കാം. കാര്യം അശ്വിനാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. ഞാൻ വെറുതെ സൈഡിൽ എവിടെയെങ്കിലും നിന്നാ മതി. അപ്പൊ അശ്വിൻ ആ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അശ്വിൻ പറഞ്ഞു, നീ ഇവിടെ കാട്ടിട്ടപ്പോ വിളിക്കുക, ഞാൻ വരാം, ഞാൻ കുറച്ചിരുന്ന് മേളിൽ ഇരിക്കട്ടെ എന്നൊക്കെ. സ്ട്രെസ്സിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിവേസ്, അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഞാൻ അശ്വിനെ കണ്ടിട്ടാവാം. കരിക്ക് കുടിച്ചിട്ട് സത്യം പറഞ്ഞ കാറിലെ AC ഓണാക്കി ഇരുന്നിട്ട് ചുടുക്കും. പക്ഷേ ഇവൻ കരിക്ക് കുടിച്ചു. എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ കരിക്ക് കുടിച്ചു. കുപ്പിപ്പാലിൽ കൊടുത്തപ്പോൾ ഇവൻ കുടിച്ചു. ഇനി ഞാൻ കുടിക്കട്ടെ. വലിയ മധുരം ഉണ്ടാവുന്ന വിചാരിച്ച് കുടിച്ചു. നല്ല ചളിച്ച ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, നല്ലതാന്ന് വിചാരിച്ച കുടിക്കും. അങ്ങനെ ഓമി അപ്പത്തേക്കും ഉറങ്ങി. കാരണം കുറെ നേരമായിട്ട് ഉറക്കപ്പിച്ചിലായിരുന്നു. വീട്ടിലെല്ലാരെയും കണ്ടുകൊണ്ട് ഹൈപ്പറായിട്ട് ഉറങ്ങാത്തതാണ്. ഫ്ലാറ്റ് എത്തിയപ്പോ തന്നെ അവ ഉറങ്ങി. ഇനി നമ്മള് ഓഫീസിലോട്ട് പോകുന്നു. അശ്വിന്റെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി. എക്സൈറ്റഡ് ആണോ അശ്വിൻ? ചമ്മലില്ലല്ലോ ഒട്ടും. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന